ഖത്തറിലാണ്. ഖത്തറിലെ മരുഭൂമിക്ക് നടുവിലാണ്. ഇതൊരു ചെറിയ മരുഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമിയാണെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്ന് പറയുന്നത് ഭൂമിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളാണല്ലോ. ഈ ആമസോൺ മഴക്കാടുകളുടെ നിലനിൽപ്പ്, അതിൻ്റെ പച്ചപ്പൊക്കെ സഹാറ മരുഭൂമിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നും. കാരണം അവ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ്. പക്ഷേ സത്യം അതാണ്. സഹാറ മരുഭൂമിയിലെ വന്യമായ സഹാറ മരുഭൂമിയിൽ നിന്ന് അടിക്കുന്ന കാറ്റുണ്ടല്ലോ, ആ കാറ്റിലൂടെ സഞ്ചരിക്കുന്ന മണൽത്തരികൾ, ആ മണൽത്തരികളിലുള്ള ഫോസ്ഫറസിൻ്റെ അംശം ഉൾപ്പെടെയുള്ളവ ഈ ആമസോൺ മഴക്കാടുകളിലേക്ക് പറന്നെത്തും. അവയാണ് ആമസോൺ മഴക്കാടുകളിലെ മരങ്ങൾക്ക് പച്ചപ്പ് നൽകുന്നത്. അപ്പോൾ എത്ര സുന്ദരമാണല്ലേ ഈ പ്രകൃതിയുടെ കൊടുക്കൽ വാങ്ങലുകൾ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ, പ്രകൃതിയുടെ ഈ മനോഹാരിത നിലനിൽക്കാൻ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രകൃതി ഇത്ര മനോഹരമാകുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതവും സത്യത്തിൽ മനോഹരമാകണമെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകണം, പങ്കുവെക്കലുകൾ ഉണ്ടാകണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം എന്ന് പറയുന്നത് പോലെ നമുക്കുള്ളതൊക്കെ നമുക്ക് മാത്രമുള്ളതല്ല, ഈ പ്രകൃതിക്ക് ഉള്ളതാണ്. മറ്റുള്ളവർക്ക് കൂടി അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു പങ്കുവെക്കലുകൾ, എല്ലാത്തിൻ്റെയും പങ്കുവെക്കലുകൾ ഭൂമിയിൽ നടക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഭൂമി സുന്ദരമാകുന്നത്, ഭൂമി മനോഹരമാകുന്നത്. നമ്മുടെ പ്രകൃതി പോലെ തന്നെ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായി നമ്മൾ സമൂഹം, നമ്മുടെ സൊസൈറ്റിയും ഒക്കെ മാറുന്നത്. താങ്ക് യു.